ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരാൾ, നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാവേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അപ്പോൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളുടെ വരുമ്പോഴത്തേന് നിങ്ങൾക്കത് റെസനേറ്റ് ആവും. അതിന് വേണ്ടിയാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത്. ആ ഒരു വ്യക്തിയുടെ പേരോ അല്ലെ ആളുടെ രൂപമോ എല്ലാം മനസ്സിൽ നിങ്ങൾ കാണുക. പിന്നെ ഇത് ടൈംലെസ് വീഡിയോ ആണ്. ഏത് സമയം നിങ്ങൾക്ക് കണ്ടാലും ഇത് നിങ്ങൾക്ക് വാലിഡായിരിക്കും. മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ബോട്ടം കിട്ടിയിരിക്കുന്ന 10 of Cups ആണ് ബോട്ടം ഓഫ് ഡെക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളൊത്ത് ഒരു പിക്നിക്കിനൊക്കെ പോകണമെന്നും ഒരു യാത്ര പോകണമെന്നും ഒരു സന്തോഷമായൊരു യാത്ര പോകണമെന്നൊക്കെ നിങ്ങളുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ അതിയായ ആഗ്രഹം ആ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ടാണ് ആൾ ഉടനെ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുമെന്നാണ് കാണിക്കുന്നത്. തൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് എല്ലാം ആൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇന്നത്തെ കാണുന്നത്. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഉടനെ ഉണ്ടാവുമെന്നാണ് കാണുന്നത്. ആൾ ഒത്തിരി കാത്തിരിക്കുകയാണ്. അതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ആൾ കാത്തിരിക്കുകയാണ്. ഉടനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളില്ലാതിരുന്ന സമയങ്ങളിൽ, നിങ്ങളുമായിട്ട് എന്തെങ്കിലും പിരിഞ്ഞ സമയങ്ങളിൽ ആൾ ഒത്തിരി വിഷമമൊക്കെ അനുഭവിച്ചിരുന്നു. ആ ഒരു വ്യക്തി ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ആ ഒരു വ്യക്തി ഒറ്റയ്ക്കായിരുന്നു. ആരുടെ ഒരു സഹായമില്ലാതെയും ഒരു ഗൈഡൻസ് ഇല്ലാതെയും ഒറ്റപ്പെട്ട ഒരു ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ
ഒരു വ്യക്തിക്ക് പല തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല പ്രോബ്ലംസുകൾ, ഈ പ്രോബ്ലംസുകളാണ് ഈ ആൾ കണ്ണ് മൂടിക്കെട്ടി ആളിനെ വരിഞ്ഞു മുറുക്കിയത്. ഒരു കോണ്ടാക്റ്റ് വേണ്ടാന്ന് വെച്ചുകൊണ്ട് പല പ്രോബ്ലംസുകൾ വരുമ്പോഴാണല്ലോ ആൾക്കാർ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നത്. ആ വ്യക്തിക്ക് അതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി വളരെയധികം സ്ട്രോങ് ആയൊരു വ്യക്തിയാണ്. ഇപ്പം ആളിൽ നിന്ന് മാനസികമായി നല്ല ഉന്മേഷം ഇതൊക്കെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഈ ക്യൂൻ ഓഫ് കപ്സാണ്, അത് റിവേഴ്സാണ് വന്നപ്പോൾ അതിനകത്ത് എനർജി എന്ന് പറയുന്നത് ഒത്തിരി ഒരുപാട് ബാഡ് സിറ്റുവേഷൻസൊക്കെ ആളിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പല പ്രോബ്ലംസുകൾ, സാമ്പത്തികമായ പ്രോബ്ലംസുകൾ, ഒത്തിരി പ്രോബ്ലംസുകൾ ആളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, പിന്നെ തേർഡ് പാർട്ടി അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, എല്ലാ തരത്തിലും ആളിനൊരു കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു ഇതുവരെ എന്നാണ് കാണുന്നത്. സാമ്പത്തികമായ ഒത്തിരി പ്രോബ്ലംസുകളുണ്ട്. ഒത്തിരി പ്രോബ്ലംസുകൾ തന്നെയായിരുന്നു ആളുടെ ഒരു ജീവിതത്തിലെന്ന് പറയുന്നത്. കാരണം സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് സഹായമൊക്കെ ചെയ്യണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സമയം സഹായങ്ങൾക്കായിട്ടും ഒരാവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഈ ഒരു വ്യക്തിയെ കാണുന്നത്. അങ്ങനെയൊക്കെ നടക്കുന്നതാണ്. എന്നാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. അവർക്ക് ഇപ്പം നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു കോളോ ഒരു മെസ്സേജോ അങ്ങനെയൊക്കെ വരണമെന്നും മാരേജ് ചെയ്യണമെന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ആളിനുണ്ട്. ഇപ്പോൾ ആ ആളിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു ഹാപ്പി മൂഡിലാണ് ഇരിക്കുന്നത്. ആ ഹാപ്പി മൂഡായത് കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണമെന്നൊരു ആഗ്രഹം ഇന്നത്തെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാതെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നേരിൽ കാണുമോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് കൂടെ നോക്കാം. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ പാലിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ആ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ കണ്ടോ, കോംപ്രമൈസ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് എന്നാണ് വന്നിരിക്കുന്നത്. കോംപ്രമൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നത്തിലാണോ നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വളരെ കോംപ്രമൈസ് ചെയ്യുക എന്നാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. അവിടെ ഇനി അത് പറഞ്ഞ് വഴക്ക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ഈശ്വരനെ ഒന്ന് വിശ്വസിക്കുക. ഈശ്വരനെ ഒന്ന് ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലതായിട്ട് പോകണമെന്ന്, നിങ്ങളുടെ ആ ഒരു ബന്ധം നിലനിൽക്കാനായിട്ട് നിങ്ങൾ ഈശ്വരനെ നല്ലതായിട്ട് പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങൾ നല്ല പ്രാർത്ഥനയിലൂടെ നടക്കണമെന്നാണ് പറയുന്നത്. പ്രാർത്ഥനയോ മെഡിറ്റേഷനോ അങ്ങനെയൊക്കെ ചെയ്യണം. ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത്.
പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഇത്രയും നാളെ വളരെയധികം പാടുപെട്ട് ഏത് സാഹചര്യത്തിലും നിങ്ങൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. കാരണം കുറേ പ്രശ്നങ്ങളൊക്കെ കാണും ജീവിതത്തിൽ, പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും വന്നെന്നിരിക്കും. അതിനെയൊക്കെ ഏത് സാഹചര്യവും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ഒരു സ്ട്രെങ്ത് നിങ്ങൾ കൈവരിക്കുക എന്നാണ് പറയുന്നത്. പാസ്റ്റിൽ നടന്ന പല പ്രശ്നങ്ങളും നിങ്ങളത് വീണ്ടും അത് പറയാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ മൊമെൻ്റ് ജീവിക്കുക. ഇപ്പോഴെന്താണോ അനുഭവിക്കുന്നത്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉള്ളൊരു പേഴ്സണായിരിക്കും അതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് കർമ്മയുണ്ട്. ഈ കർമ്മയുള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ മൊമെൻറ്റ് നിങ്ങൾ ഈ സമയത്ത് ജീവിക്കുക, ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുക. അല്ലാതെ നമ്മൾ പഴയ കാര്യങ്ങൾ ഒരുപാട് നമ്മളങ്ങനെ ആഗ്രഹിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഇന്നെന്താണോ സംഭവിക്കുന്നത്, ഈ നിമിഷം എന്താണോ സംഭവിക്കുന്നത് അതിനോട് പൊരുത്തപ്പെട്ടു പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഗോഡസ് മെസ്സേജ് കൂടെ നമുക്ക് നോക്കാം. ഇനി ഇന്നർ ഗോഡസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവം, നിങ്ങളുടെ ആ ദൈവികമായ ഒരു ചൈതന്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ പറയുന്നത്, അതിനെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. എപ്പോഴും സങ്കടപ്പെട്ട് അങ്ങനെയൊന്നും ഇരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡാൻസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സന്തോഷമായ കാര്യങ്ങളെല്ലാം ചെയ്യുക. നിങ്ങളുടെ ബ്യൂട്ടിയെ നോക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ ഹെയർ, നമ്മുടെ ഫേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നർ ഗോഡസ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവികമായ ചൈതന്യം, അതിന് നല്ല ഉന്മേഷവും ഉണർവും ഒക്കെ കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സെൽഫ് ലവ് ചെയ്യുക. ഇതാണ് നമുക്ക് ഉള്ള ഗോഡസ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഓക്കെ.